കേൾപ്പിക്കുക കൂടി ചെയ്തിരുന്നു. കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 2 നാടോടികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് നാടോടികളുടെ മൊഴി. പശുവിനില്ലേ പുല്ല് കൊടുത്തിട്ട് വർത്താനം പറയും കഴിയുമ്പോല്ലേ വീട്ടിലൊക്കെ പോകുമ്പോല്ലേ ഒരു പെണ്ണ് വന്നിട്ട് എന്നെ ഇവിടെ പിടിക്കാൻ നോക്കി. അപ്പല്ലേ ഞാൻ പേടിച്ച് കരിഞ്ഞും കൊണ്ട് വീട്ടിൽ വന്നപ്പല്ലേ അമ്മ പറയും എന്താ സംഭവിച്ചു. ഞാൻ പറയും ഒരു പെണ്ണിനെ പിടിക്കാൻ നോക്കി. അപ്പൊ എന്റെ കൂട്ടുകാര് പിടിക്കാൻ പോയി. അപ്പൊ പിടിച്ചിട്ട് എന്റെ കൂട്ടുകാരെ കുറെ തെരി വിളിച്ച്. അപ്പൊ എന്റെ കൂട്ടുകാരുണ്ട്, ഓനാണ് പോലീസിനെ വിളിച്ച് അങ്ങനെ മറിച്ച് ചാക്കിലേക്ക് ഇടാൻ നോക്കി. റിയാസ് KMR കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. റിയാസ് KMR, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുടെ സംഭാഷണമാണ്. നേരത്തെ നമ്മൾ ടോപ്പ് ഹെഡ്ലൈൻസിൽ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ കാണുകയാണെങ്കിൽ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ആ ദൃശ്യങ്ങൾ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. കാരണം CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ടോപ്പ് ഹെഡ്ലൈൻസിൽ കാണിച്ചിരുന്നത്. അത് കണ്ടപ്പോൾ ഉള്ളൊരു സ്വാഭാവിക സംശയം പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അതിൽ 2 കുട്ടികൾ ഓടി വരുന്നു, മറുഭാഗത്ത് നിന്നും 2 കുട്ടികൾ ഓടി വരുന്നു. അങ്ങനെയാണോ അതോ ഈ ഫുട്പാത്തിനോട് കൂടി ചേർന്ന് വരുന്നത് നാടോടി സംഘത്തിൽപ്പെട്ടവരും കാറിൻ്റെ മറുവശത്തു കൂടി ഓടിപ്പോകുന്നവർ കുട്ടികളുമാണോ? എന്താണ് ആ CCTV ദൃശ്യങ്ങളിലെ കൃത്യതയാർന്ന വിശദീകരണം? MS അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഏറ്റവും ഒരുപക്ഷെ നമ്മളെല്ലാം തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന പുതിയ കടവ് എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ ഒരു നഗരഹൃദയം തന്നെയാണ്. കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സാധാരണയായി കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. എന്നാൽ ഇപ്പോൾ മഴക്കാലമായതിനാൽ ആളുകൾ തീർത്തും കുറയുകയും പകൽ സമയത്തൊന്നും പ്രത്യേകിച്ച് ഉച്ചയോട് അടുപ്പിച്ച സമയം ആളുകളില്ലാത്തൊരു മേഖലയിലാണ് ഇത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്നിരിക്കുന്നത്. അതും 7 വയസ്സുള്ള ഒരു കുട്ടി എന്നുള്ളതാണ്. ഇനി MS ചോദിച്ചതിലേക്ക് വരാം. ഈ കാണുന്ന CCTV ദൃശ്യം എന്ന് പറയുന്നത്, ആ CCTV ദൃശ്യത്തിൽ നാടോടികൾ 2 ചാക്കുകെട്ടുകളുമായി നടന്നു നീങ്ങുന്നത് കാണാം. ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് അവർ പുതിയ കടവിൽ നിന്നും നേരെ ലയൺസ് പാർക്ക് ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം മറ്റുള്ളവർക്ക് സംശയം തോന്നരുത് എന്ന രീതിയിലാണ് അവർ നടക്കുന്നത്. ഇത് മംഗലാപുരം സ്വദേശികളായിട്ടുള്ള ശ്രീനിവാസനും ലക്ഷ്മിയുമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ശ്രീനിവാസൻ ഒരു സ്ഥിരം ക്രിമിനൽ ആണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അയാൾക്കെതിരെ വിവിധ ജില്ലകളിലായി 5 കേസുകൾ നിലവിലുണ്ട്. അതായത് എറണാകുളം, തൃശൂർ, ഒപ്പം തന്നെ കോട്ടയം ജില്ലകളിൽ പിടിച്ചുപറി, മോഷണം തുടങ്ങിയ കേസുകളുള്ള ആളാണ് ഈ ശ്രീനിവാസൻ. ഇയാളുടെ കൂടെയുള്ള ആളാണ് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ. അവർ രണ്ടുപേരെയും ചാക്കുകെട്ടുകളുമായി നടക്കുന്നത് കാണാം. ഈ കുട്ടികൾ ഇവരെ, അതായത് ഇവരാണ് ഈ 7 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ആ വിവരം അറിയിക്കാൻ ബഹളം വെച്ച് പിറകെ ഓടുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി നടന്ന ഈ സംഭവം ഒരു രക്ഷിതാവെന്ന രീതിയിൽ പലരുടെയും മനസ്സിൽ ആശങ്ക കോറിയിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ വെള്ളയിൽ പോലീസ് ഇതുവരെയായി FIR ഇട്ടിട്ടില്ല. അല്പസമയത്തിനകം FIR രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കേസുകൾ ചേർക്കും എന്നുള്ളതാണ്. അതിനിടെ ഈ നാടോടികളുടേതായി പോലീസിന് നൽകിയ മൊഴിയിൽ അവർ പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ല, പകരം തങ്ങളെ അണ്ണാച്ചി എന്ന് വിളിച്ച് അപമാനിച്ചപ്പോൾ ഈ കുട്ടികളെ പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നൊരു വാദമാണ് നാടോടികളുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നത്. പക്ഷെ അത് പോലീസ് കൃത്യമായി ഇവരുടെ മൊഴി മുഖവിലക്കെടുത്തിട്ടില്ല. അതിനിടെ ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട 7 വയസ്സുകാരന്റെ പിതാവ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് കാണിക്കുക വയ്യ, കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ മകൻ തട്ടിക്കൊണ്ടുപോയി ഇരയാക്കപ്പെട്ടു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല? എൻ്റെ സ്വദേശം ബേപ്പൂരാണ്. ഇവിടെ വൈഫ് ഹൗസാണ്. ഒരു 3 ദിവസം മുന്നേ മോനിവിടെ താമസിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്നാണ് വിവരം അറിയണത്, ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഓടി പിടിച്ച് വളർത്തിയാണ്. ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം. ജസ്റ്റ് ആളുകൾ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ട് അവരെ കയ്യിൽ അകപ്പെട്ടില്ലെങ്കിൽ തീർത്തും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാണ്. തട്ടിക്കൊണ്ടുപോകൽ ശ്രമം എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഈ നാടോടികൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇവർ അണ്ണാച്ചി എന്ന് വിളിച്ച് കുട്ടികളെ അപമാനിക്കാൻ ശ്രമിച്ചതാണ്, അവരെ പേടിപ്പിക്കാൻ മാത്രമായിരുന്നു ശ്രമിച്ചത് എന്നാണ്. അവർ അങ്ങനെയാണ് പറഞ്ഞത്. അണ്ണാച്ചിന്ന് വിളിച്ച് കളിയാക്കിയതിൻ്റെ പേരിൽ കുട്ടികളൊന്ന് പേടിപ്പിക്കാൻ. പക്ഷേ കുട്ടീനെ പിടിച്ച് ചേർത്ത് നിർത്തി അതിൽ കുട്ടി ചാക്കിലാക്കാൻ ശ്രമിച്ച് ഈ കുട്ടി കുറച്ച് ടെൻഷനിലും ഇതിലാണ് നിൽക്കുന്നത്. ഒന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം.
കുട്ടി നല്ല വായുന്നുണ്ട്. അതായത് പേടിപ്പിക്കാനായിരുന്നു ശ്രമമെങ്കിൽ ചാക്കിലിടേണ്ട ആവശ്യമില്ലല്ലോ, ചാക്കിലിടാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്ന മുന്നേ വീട്ടിൽ കയറി മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരുടെ കയ്യിൽ ചാക്കുണ്ടായിരുന്നു. എന്നെ ചേർത്ത് നിർത്തിയിട്ട് അതിലേക്ക് ഇടാനായിരുന്നു ശ്രമിച്ചത്. ഞാൻ ബഹളം വെച്ചപ്പോൾ കൂടെ ഉണ്ടായ കുട്ടികളൊക്കെ ബഹളം വെച്ച് അങ്ങനെ ആളുകൾ വന്നിട്ടാണ് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. ആൾ കൂടിയപ്പോൾ അവർ കുട്ടീനോട് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞെന്നാണ് പറഞ്ഞു. മകൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? ഞാൻ നല്ലോണം കണ്ടിട്ടില്ല, ജസ്റ്റ് അവിടെ കയറി ഒന്ന് കണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നതാണ്. പോയിട്ട് വേണം നോക്കാൻ എന്താ പാടുന്നല്ലോ. 2 കുട്ടികളാണ്, ഒരു മകളും കൂടിയുണ്ട്. ഒരു മകളുണ്ട് 2 വയസ്സായ. ഇപ്പോൾ മക്കളെയൊക്കെ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ വിടുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് ഉണ്ടാവും, ഏത് രക്ഷിതാക്കൾക്കും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് പറഞ്ഞു കേട്ട് അറിയില്ല. വൈഫ് ഹൗസാണ്, ഒരുപാട് ആളുകളും കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഇടാണ്. പെട്ടെന്ന് ഇത്ര ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇനി കൂടുതലായിട്ടൊന്ന് കെയർ ചെയ്യേണ്ടി വരും. ഈ വിഷയത്തിൽ നിയമപരമായി ഏതറ്റം വരെയും പോകും. തീർച്ചയായും MS ഈ രക്ഷിതാവിനെ സംബന്ധിച്ച വലിയൊരു ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 2 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. 7 വയസ്സുള്ള മകനാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക അദ്ദേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നത്. അതേത് രക്ഷിതാവിനെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായും ഞാനും ഒരു രക്ഷിതാവാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആദ്യം ഓടിയെത്തിയത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പലതവണയായി കുട്ടികളെയും കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചും ആശങ്കയുള്ള ഒരിടമാണ്. സാധാരണ ഈ കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും 10 സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേഖലയാണ്. കോഴിക്കോട് ബീച്ചിൽ പൊതുവെ ഇല്ലാത്തതാണ് ഈ ഒരു സംഭവം. പക്ഷേ ഈ നടപടികളായിട്ടുള്ള ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ശ്രീനിവാസനും ലക്ഷ്മിയും ഇവർ 2 പേരും 10 ദിവസമായി ഇവിടെയുണ്ട്. ആക്രി പിറക്കി ആണ് ഇവർ ഉപജീവനം നടത്തുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നടപടികൾ പറഞ്ഞതുപോലെ അങ്ങനെ ഈ കുട്ടികളെ പേടിപ്പിക്കാനായിരുന്നുവെങ്കിൽ എന്തിന് ചാക്കിലിടാൻ ശ്രമിച്ചു എന്നൊരു ചോദ്യമുണ്ട്. കാരണം കുട്ടികൾ ബഹളം വെച്ചതുകൊണ്ടും ഒപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ കല്ലെടുത്ത് ഓടിക്കാൻ ശ്രമിച്ചതുകൊണ്ടും ഒക്കെയാണ് ഈ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകുന്ന ശ്രമത്തിൽ നിന്നും നടപടികൾ ഒഴിവായത് എന്ന് നാട്ടുകാരും മറ്റ് പരിസരവാസികളുമൊക്കെ വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് കുട്ടിയുടെ പിതാവും വ്യക്തമാക്കുന്നത്. കാരണം അങ്ങനെ ഒരു പേടിപ്പിക്കാനായിരുന്നെങ്കിൽ എന്തിന് ചാക്കിൽ കയറ്റാൻ ശ്രമിച്ചു എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. സ്വാഭാവികമായും ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും ഇനി കുട്ടികളുമായി പുറത്തിറങ്ങുമ്പോൾ വലിയൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ കൃത്യമായൊരു പോലീസ് നടപടി അനിവാര്യമാണ്. കൃത്യമായ പോലീസിന്റെ അന്വേഷണവും നടപടിയും എല്ലാം തന്നെ അനിവാര്യമാണ് എന്നുകൂടി നാട്ടുകാർ പറയുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി നടന്ന ഈ സംഭവത്തിൽ ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കുട്ടികൾ ഇവരുടെ പിന്നാലെ ഇവരെ ഓടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ലയൺസ് പാർക്കിൽ എത്തിയപ്പോഴാണ് കുട്ടികൾ അവിടെ ഈ ബീച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് ഈ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവർക്കെതിരെയുള്ള FIR അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് വെള്ളയിൽ പോലീസ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കേസുകൾ ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. പോലീസിന്റെ പ്രാഥമിക നിഗമനവും ഈ 2 നടപടികളും ചേർന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരുന്നുള്ള ഒരു ശ്രമത്തിൽ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. MS ശരി, റിയാസ് KMR ആണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന്റെ വിവരങ്ങൾ നൽകിയത്.